20 വർഷങ്ങൾക്ക് ശേഷം ഇന്ത്യയിൽ ഒരു 3 ഭാഷകളിലെങ്കിലും വളരെ മുൻനിരയിൽ അറിയപ്പെടുന്ന ഒരു മലയാളി നടനായിരിക്കണം ഞാൻ. 20 വർഷങ്ങൾക്ക് ശേഷം വളരെ സജീവമായി നല്ല സിനിമകൾ നിർമ്മിക്കുകയും നല്ല കമേഴ്ഷ്യൽ സിനിമകൾ പ്രേക്ഷകർക്ക് മുന്നിൽ എത്തിക്കുകയും ചെയ്യുന്ന ഒരു പ്രൊഡക്ഷൻ ഹൗസ് റൺ ചെയ്യുന്ന ഒരു ഫിലിം കമ്പനിയുടെ ഉടമസ്ഥനായിരിക്കണം ഞാൻ. എനിക്ക് വളരെ വളരെ താല്പര്യം തോന്നുന്ന പ്രമേയങ്ങൾ മാത്രം സിനിമാ രൂപത്തിലേക്ക് എത്തിക്കുന്ന ഒരു സിനിമാ സംവിധായകനായിരിക്കണം ഞാൻ. ഒരു നല്ല കുടുംബസ്ഥനായിരിക്കണം. ഹലോ ഷുഹൈബ്, എല്ലാവർക്കും സുഖാണെന്ന് വിശ്വസിക്കുന്നു. 20 വർഷങ്ങൾക്ക് ശേഷം താൻ എന്താകും എന്നുള്ളതിനെ കുറിച്ച് വ്യക്തമായ പദ്ധതിയും പ്ലാനുമുള്ള വ്യക്തിയാണ് പൃഥ്വിരാജ് സുകുമാരൻ എന്ന് ഇനി പ്രത്യേകം പറയേണ്ടതില്ല. എന്നാൽ വെറും 6 വർഷങ്ങൾക്കുള്ളിൽ തന്നെ അദ്ദേഹത്തിന്റെ ലക്ഷ്യസ്ഥാനം അദ്ദേഹം നേടിയിട്ടുണ്ട്. എങ്ങനെയാണ് ഇത് നേടിയിട്ടുള്ളത്, എന്താണ് ഇദ്ദേഹത്തിന്റെ വിജയ രഹസ്യം എന്നൊക്കെ ചോദിച്ചാൽ ഞാൻ മനസ്സിലാക്കിയ കാര്യം പ്ലാനിങ് എന്നാണ്. എന്താണ് അദ്ദേഹത്തിന്റെ പ്ലാൻ? വ്യക്തമായ പ്ലാൻ പദ്ധതിയുണ്ട്. 20 വർഷങ്ങൾക്ക് ശേഷം എന്താകുമെന്നും അതിന് ലോങ് ടേം പ്ലാൻ എന്നും മിഡ് ടേം പ്ലാൻ എന്നും ഷോർട്ട് ടേം പ്ലാൻ എന്നും പറഞ്ഞ് കൃത്യമായ പ്ലാനിങ്ങും ഗോളുകൾ സെറ്റ് ചെയ്ത് അദ്ദേഹം ലൈഫിനെ കണ്ടതുകൊണ്ട് 6 വർഷങ്ങൾ കൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ ലക്ഷ്യസ്ഥാനം അദ്ദേഹം നേടുകയുണ്ടായി. നമുക്കും വേണം വ്യക്തമായ പദ്ധതിയും പ്ലാനും. വ്യക്തമായ പദ്ധതി ഇല്ല എങ്കിൽ എന്താണ് നമ്മുടെ ലൈഫിൽ സംഭവിക്കുക? പ്രശസ്തനായ ബെഞ്ചമിൻ ഫ്രാങ്ക്ലിന്റെ വാക്കുകളുണ്ട്, അത് ഇതാണ്: If you are planned to fail, then you are planning to fail. If you have planned to fail, then you are planning to fail. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജീവിതത്തിൽ പ്ലാൻ ഇല്ല എങ്കിൽ ജീവിതം പരാജയപ്പെടാനുള്ള പ്ലാൻ ഉണ്ടാക്കുന്നു എന്നാണ് അർത്ഥം. ദയവായി നമുക്ക് അത്തരം ഒരു അവസ്ഥ വരാതിരിക്കട്ടെ. അതിനു വേണ്ടിയിട്ട് വ്യക്തമായ പ്ലാൻ 5 വർഷങ്ങൾക്ക് ശേഷമോ 10 വർഷങ്ങൾക്ക് ശേഷമോ അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു 3 വർഷങ്ങൾക്ക് ശേഷമെങ്കിലും നാം എന്താകും എന്നുള്ളതിനെ കുറിച്ച് വ്യക്തമായ പ്ലാനിങ് എല്ലാവർക്കും ഉണ്ടാവണം. താങ്ക് യു ഓൾ, ലവ് യു ഓൾ.